രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ നിരന്തരമായി ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് കേരളത്തിലെ ഫെമിനിസ്റ്റുകളെ ആക്ഷേപിക്കുന്നതിൽ ഫെമിനിസ്റ്റുകളെല്ലാം രോഷാകുലരാണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് താൻ കേട്ടിട്ടില്ലേ? പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തോറ്റോടുമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അവർ നിലവിട്ട് പെരുമാറിയെന്ന് വന്നേക്കാം. അവർ ആയുധം കയ്യിലെടുത്താൽ ചെന്താമരയെ പോലെ അങ്ങനെ ചെന്താമരമാരെ സൃഷ്ടിക്കാൻ രാഹുൽ ഈശ്വർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കാരണം രാഹുൽ ഈശ്വറാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതിനുള്ള പ്രധാന കാരണം. നിങ്ങൾ പേട്രിയാർക്കിസ്റ്റുകളും കൺസർവേറ്റിസ്റ്റുകളും ഇവിടെ വളർത്തിയെടുത്ത സാമൂഹ്യ വ്യവസ്ഥിതിയിൽ തഴച്ചു വളർന്ന അനേകം ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും ഇനിയും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അവർ ഇവിടെ ആയിരക്കണക്കിന് പുരുഷ കൊലയാളികളെ സൃഷ്ടിക്കുന്നത് പോലെ സ്ത്രീ കൊലയാളികളെയും സൃഷ്ടിക്കില്ല എന്ന് താങ്കൾക്കോ താങ്കളുടെ കൺസർവേറ്റിസത്തിനോ ഉറപ്പുണ്ടോ? താങ്കളൊന്ന് മനസ്സിലാക്കണം. ഭാസ്കരക്കാരനവരുടെ കൊലക്കേസ് പ്രതിയായ ഷെറിനെ പോലെ ധൈര്യവും ധീരതയും തൻ്റെടവും എന്തിനും പുറപ്പെടാനുള്ള മനസ്ഥിതിയുമുള്ള പെൺകുട്ടികൾ നമ്മുടെ ഫെമിനിസ്റ്റുകളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ താൻ ഓർത്തു വയ്ക്കുക. ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ, ഇവിടെ ഒരു വിപ്ലവം ഉണ്ടായാൽ, അവർ പുരുഷമേധാവിത്വത്തിൻ്റെ കഴുത്തെറിഞ്ഞാൽ, അവർ നക്സലൈറ്റുകളായാൽ ഉത്തരവാദിത്തം രാഹുൽ ഈശ്വറിനായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.